ഏകാംശേന സ്ഥിതോ ജഗത്ത്, എൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു അംശമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ സൗന്ദര്യങ്ങളും. അപ്പോൾ ഇനി എവിടെ സൗന്ദര്യം കാണുമ്പോഴും ഒന്ന് ആസ്വദിക്കണം. ആസ്വദിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ സൗന്ദര്യം മുഴുവൻ കൃഷ്ണ സൗന്ദര്യമാണെന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമോഹം. ഈ പ്രപഞ്ചത്തിലുള്ള സർവ സൗന്ദര്യങ്ങളും എൻ്റെ ഒരു അംശം മാത്രമാണെന്ന്. അപ്പോൾ മനസ്സിലായല്ലോ, ആ പരമപ്രേമസ്വരൂപനായ ആ കൃഷ്ണനോട്, ആ കൃഷ്ണ സൗന്ദര്യത്തിനോട്, ആ പ്രപഞ്ച സൗന്ദര്യത്തോട് ആർക്കാണ് പ്രേമമില്ലാത്തത്? അപ്പോൾ ആ പരമപ്രേമസ്വരൂപനായ കൃഷ്ണനോട് ഒരു അമിത പ്രേമം ആർക്ക്? രുക്മിണിക്ക്. അപ്പോൾ അതെങ്ങനെ ആയിരിക്കണം? ഇതിന് മറുപടി ഭഗവാൻ ഭഗവത്ഗീതയിൽ എഴുതി വച്ചിട്ടുണ്ട്. മയ്യർപ്പിത മനോബുദ്ധി സ്യശംസഃ. മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈ. എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ചു കഴിഞ്ഞാൽ അതെന്നിൽ ചേരും. ഇവിടെ രുക്മിണി എന്താ ചെയ്തത്? മനസ്സും ബുദ്ധിയും കൃഷ്ണാർപ്പിതമായി. അതാണ് അതിൻ്റെ എൻഡിൽ ഗോളടിച്ചത്. ഇത് രുക്മിണി സ്വയംവരമായിട്ട് മനസ്സിലാക്കണം. ഇതെന്തിനാണ് വേദവ്യാസ ഭഗവാൻ ഇവിടെ എഴുതി വെച്ചത്? നിങ്ങൾക്കും എനിക്കും ഭഗവാനെ ഇതുപോലെ സ്വയംവരം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം.